എല്ലാവർക്കും നമസ്കാരം. ജമീലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നുണ്ടാക്കാൻ പോകുന്നത് അവിലീസ് ഉണ്ടിയാണ്. ഇത് എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കടിയാണ്. ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റുള്ള ഉണ്ടയാണ്. പിന്നെ ജമീലാസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഒക്കെ ഒന്ന് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അതിനു വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയാണ്. ഇത് ഞാൻ പച്ചരി ഒരു 4 മണിക്കൂർ കുതിർത്തി വെച്ച് വെള്ളം മൂറ്റി പൊടിച്ചെടുത്തതാണ്. പിട്ടിന് പൊടിക്കുന്ന പോലെയാണ് ഞാൻ പൊടിച്ചെടുത്തത്. പിട്ടിന് പൊടിക്കുന്ന അതേ രീതിയിൽ പൊടിച്ചെടുത്ത് വെച്ചതാണിത്. ഒരു 2 കപ്പ് പച്ചരിപ്പൊടിയുണ്ട്. ഒരു 300 ഗ്രാമോ 350 ഗ്രാമോളുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ജീരകം പൊടിച്ചതാണ് ഇട്ടത്. ഇനി ഒരു തേങ്ങ, അതിൻ്റെ ഒരു മുറി, വലിയൊരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തത്. ഒരു തേങ്ങയുടെ നേർപകുതി, അത് ഓരോരുത്തരനുസരിച്ച് അരി എത്രയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ് തേങ്ങ എടുക്കേണ്ടത്. ഇത് വലിയ മുറി തേങ്ങയാണ്. അത് പുട്ടിനൊക്കെ നമ്മൾ നനച്ച് കുഴക്കുന്നത് പോലെ നല്ലവണ്ണം നനച്ച്, ആ തേങ്ങയുടെ നനവ് തന്നെ വെള്ളമൊന്നും കുടയുകയും പാരുകയൊന്നും ചെയ്യരുത്. ആ തേങ്ങയുടെ നനവിൽ നമ്മൾ പിട്ടൊക്കെ നനച്ച് കുഴക്കുന്ന പോലെ അതേ നനവിൽ തന്നെ കുഴച്ചെടുക്കണം. അതിന് കണക്കായ തേങ്ങയും അരിയാണെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് അതേ രീതിയിൽ കുഴച്ചെടുക്കാൻ പറ്റും. ഇത് നല്ലവണ്ണം നമ്മളിത് കുഴച്ചെടുക്കണം തേങ്ങയും കൂട്ടി. ഞാനൊരു 300-350 ഗ്രാം അരിയോളുണ്ട് സുമാറ്. അതിലേക്ക് ഒരു വലിയ മുറി തേങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓരോരുത്തർ എത്ര അരി എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. വലിയ തേങ്ങ ആയതുകൊണ്ടാണ് ഒരു മുറി എടുത്തത്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേണ്ടി വരും. ഇത് നല്ലവണ്ണം നനച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. പിട്ടനൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ച് റെഡിയായി വരുന്നുണ്ട്. ഇതിന് നമുക്ക് നല്ലവണ്ണം ഒന്ന് പൊത്തി അമർത്തി വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇനി നമുക്കിത് എടുക്കാൻ പറ്റും. എന്നാലാണിത് നല്ലവണ്ണം നനഞ്ഞു വരികയുള്ളൂ. നല്ലവണ്ണം പൊത്തി വെക്കണം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് അരമണിക്കൂർ കഴിയണം. അമർത്തി കൊടുക്കാം. ഇനി നമുക്കൊരു പ്ലേറ്റ് വെച്ച് മൂടി വെക്കാം. ഇനി ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഉള്ളതാണിത്. ഈ പുട്ടിന് നനച്ച പോലെ ഉണ്ട്. ഇനി അടുപ്പത്തൊരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുത്തതാണ്. ഇനി നമുക്കിത് നല്ലവണ്ണം വറുത്തെടുക്കാം. ഇത് കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം. തേങ്ങയൊക്കെ ഇട്ടത് കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മളിത് അടുപ്പത്ത് വെച്ച് ചൂടായ പാട് മാത്രമാണ് ഇതിങ്ങനെ അടിയിൽ ഇളക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. കുറച്ചിങ്ങ് ചൂടായി വന്നാൽ ഇത് പെട്ടെന്ന് നമ്മളൊന്ന് തട്ടിക്കൊടുക്കുമ്പോൾ തന്നെ പിട്ടിൻ്റെ പൊടിയൊക്കെ നിങ്ങൾ വറക്കുമ്പോൾ കാണുന്നില്ല, അതുപോലെ തന്നെ പെട്ടെന്ന് നീക്കിട്ടും. ഇത് പിന്നെ തേങ്ങ ഇടുന്നത് കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അടിയിൽ പിടിക്കാതെ. ഒന്ന് ചൂടായി വന്നാൽ പെട്ടെന്ന് ഇളക്കാൻ പറ്റും. ഇതിപ്പോൾ ഇതൊന്ന് നനവൊന്നും മാറാത്തത് കൊണ്ടാണ് ഇത് ഇളക്കാൻ നമുക്കൊരു ഇത് തോന്നുന്നത്. ഇപ്പോൾ ഈ പാൻ്റെ അത്തായ കൊണ്ട് ഒരു തീരെ ബുദ്ധിമുട്ടില്ല. അലുമണി പാത്രത്തിലൊക്കെ ആണെങ്കിൽ നമ്മളിത് ചെരിഞ്ഞ പാട് കുറച്ച് ഇളക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതിലിങ്ങനെ ഒട്ടിപ്പിടിക്കും. ഇതിലായതുകൊണ്ട് ഒട്ടിപ്പിടിക്കുകയും ചെയ്യുന്നില്ല. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നതിൽ ഒന്ന് തട്ടുമ്പോഴേക്ക് തന്നെ നീങ്ങിപ്പോകുന്നത്. അത് ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇതൊരു ലേശം ഒന്ന് കളർ മാറി വരുന്നുണ്ട്. ഇത് ഒന്ന് കളറി മാറി വന്നാൽ മതി, അധികം ഇത് വേണ്ട. തേങ്ങയും അരിയും ഒക്കെ ഒന്ന് കളർ മാറി ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. അതൊന്ന് കളർ ചേഞ്ച് ആയാൽ നമുക്കിതൊന്ന് ഇറക്കി വെക്കാം. അത് റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ തീ ഓഫാക്കി മാറ്റി വേറൊരു പാത്രത്തിലേക്ക് തണിയാൻ ചെരിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പോഴേക്ക് നമുക്ക് വെള്ളം ഉരുക്കിയെടുക്കാം. 300 ഗ്രാം അരിക്ക് 150 ഗ്രാം വെള്ളമാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് 300-350 ഉള്ളത് കൊണ്ട് ഞാൻ അല്പം കൂടുതൽ ഒരു 175 ഗ്രാമോളം വെള്ളം എടുത്തിട്ടുണ്ട്. അത് വേഗം ഉരുക്കി കിട്ടാൻ വേണ്ടിയാണ് പൊട്ടിച്ചിട്ടത്. അത് ഉരുക്കി അരിച്ചിട്ട് വേറൊന്നിൽ ഒഴിച്ച് കൊടുത്തതാണ് ഞാൻ. അതിലേക്ക് അല്പം ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചതാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലവണ്ണം ഉരുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ അല്പം ജീരകം ഇട്ട് കൊടുക്കാം. ആദ്യം അരിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ജീരകം, പക്ഷേ അത് അല്പം വെള്ളത്തിലും കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു സ്വാദ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇതിലും ഇട്ട് കൊടുത്തത്. ഇത് ഒരു ഒട്ടൽ പരുവമാകുമ്പോൾ അധികം കട്ടി കൂടിപ്പോയത്. ഒരു ഒട്ടൽ പരുവമാകുമ്പോൾ ഇത് മാറ്റണം, ഇങ്ങനെ ആകുമ്പോൾ. അല്ലെങ്കിൽ ഞാനൊരു പ്രാവശ്യം ഇതിൻ്റെ മുമ്പ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെള്ളത്തിന് കട്ടി കൂടിപ്പോയിട്ട് പിന്നെ കടിച്ചാൽ പൊട്ടാതെ ഉണ്ടയായിപ്പോയിക്ക്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. ഇനി നമുക്ക് ഈ അരി പൊടിച്ചെടുക്കാം. ഈ വറുത്ത് വെച്ച അരി മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടാണ് ഞാനിതിലേക്ക് ചെരിഞ്ഞ് കൊടുക്കുന്നത്. കുറേശ്ശെ ആയിട്ട് ചെരിഞ്ഞ് കൊടുക്കാം.
ഞാൻ നമ്മൾ പൊടിക്കുന്ന മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. എന്നാലാണ് നല്ലവണ്ണം ഉരുട്ടിയെടുക്കാനൊക്കെ നമുക്ക് പറ്റുക. അതിങ്ങനെ കുറച്ച് പൊടി നമുക്ക് അവസാനം മാറ്റി വെക്കണം. തീർത്തും ഇതിൽ ചെരിഞ്ഞു കൊടുക്കരുത്. അത് ഉരുട്ടിയെടുക്കാൻ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ അരിയുണ്ടൊക്കെ ഇട്ടുമ്പോൾ കുറച്ച് പൊടി മാറ്റി വെക്കൂലേ, അതുപോലെ തന്നെ കുറച്ച് മാറ്റി വെക്കണം. അതും കഴിച്ചിട്ടാണ് ഞാനിതിൽ ചെരിയുന്നുള്ളൂ. ഇതിങ്ങനെ ചൂടോടെ തന്നെ ഇപ്പോൾ ഞാൻ തീ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചത്. തീ ഓഫാക്കിയിട്ടില്ല. ഇനി ഇത് നമുക്ക് ചെരിഞ്ഞ് കൊടുത്തിട്ട് കുറച്ച് അവിടെ വെച്ച് ബാക്കി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് ചൂട് തണിയോളം, ഒന്ന് അധികം ചൂട് തണിയാറ്, ഒന്ന് ചൂട് തണിയോളം മാത്രമാണ് വെക്കുക. ഇതെല്ലാം കൂടി യോജിപ്പിച്ചിട്ട് ഒന്നവിടെ അമർത്തി ഒരല്പം ചൂട് തണിയുമ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കണം. അധികം ചൂട് തണിഞ്ഞാൽ ഉരുട്ടാൻ പിന്നെ പറ്റില്ല, ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇനി നമുക്കിതൊന്ന് അമർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ചൂട് തണിക്കുമെന്ന് നമുക്ക് നോക്കാം. തീരെ ചൂട് തണിഞ്ഞാൽ ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് ചൂടുള്ളത് കൊണ്ട് ഉരുട്ടാൻ എങ്ങനെയോ ഉരുട്ടിയെടുക്കുന്നതാണ്. ഞാൻ കൈ പൊള്ളുന്നുണ്ട്. തീരെ തണിഞ്ഞു പോയാൽ ഇത് ഉരുട്ടി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഒരിക്കലും ഞാൻ ഉണ്ടാക്കിയിട്ട് വെള്ളം കുറച്ച് പാവ് വെള്ളം കൂടുതലായിപ്പോയിട്ട് ഉണ്ടാക്കി നോക്കുമ്പോൾ ഞങ്ങൾ കടിച്ചാൽ പൊട്ടാതെ ആയിപ്പോയിട്ടുണ്ട്. അതാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. വെള്ളം നൂൽപ്പരുവം, അധികം നൂൽപ്പരുവം ഒന്ന് നമ്മൾ കൈകൊണ്ട് നോക്കുമ്പോൾ ഒട്ടി വരുന്ന സമയത്ത് തന്നെ നമ്മൾ പെട്ടെന്ന് അതിലേക്ക് നമ്മൾ പൊടിച്ച് അരിയിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കണം. ഇത് ഓരോന്നും നമുക്കിങ്ങനെ ഉരുട്ടി അവലൂസ് ഉണ്ടാക്കി എടുക്കാം. ഇതെല്ലാം ഞാൻ ഉരുട്ടിയിട്ടുണ്ട്. ഇത് പൊടിയിലിട്ട് ഞാൻ ഉരുട്ടിയതാണ്. പൊടിയിലിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്തതാണ്. കൈ കൊണ്ട് ഉരുട്ടി പിന്നെ ഞാൻ ആ പൊടിയിൽ തന്നെ ഇട്ടതാണ്. നല്ലവണ്ണം ചേർത്തെടുക്കാൻ എല്ലാം പൊടിയിൽ നിന്ന് ഉരുട്ടി ഞാൻ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. 12 ഉണ്ടയാണ് എനിക്ക് കിട്ടിയത്. ഈ ഉണ്ടയുടെ വലുപ്പം ഓരോരുത്തർ ചെറുതാക്കി വലുതാക്കി ഉരുട്ടും പോലെ ഉണ്ടാവും. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.